ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വച്ചിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോഴേക്കും ചെറിയ ഉള്ളിയും സവാളയും രണ്ടും സമം എടുത്തിട്ടുണ്ട്. രണ്ടും നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴന്നു വന്ന സവാളയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം നല്ലവണ്ണം മാറി വരട്ടെ. എനിക്കറിയാം നിങ്ങളും എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി തുടക്കക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന്, എരിവ് അനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. പച്ചമണം മാറിയതിന് ശേഷം ഒരു കുഴി കുഴിച്ചിട്ട് നടുക്കോട്ട് ഒരു 1.5 ടൊമാറ്റോ ഇട്ട് കൊടുത്തു. ഇനി ടൊമാറ്റോ കുറച്ചൊന്ന് വെന്ത് വരണം. അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരല്പം നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് കറുകപ്പട്ടയുടെ ഇലയും രമ്പ ഇലയും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു മണം കിട്ടും. ഇത് കുറച്ച് വെന്തതിന് ശേഷം എടുത്ത് കളയാനുള്ളതാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്നും അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ അകത്ത് കരിഞ്ഞു പിടിക്കും. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഇളക്കി വേവിച്ചെടുത്താൽ മതി, വറ്റിച്ചെടുത്താൽ മതി. ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എനിക്കിതിന് കുറച്ച് ഗ്രേവി വേണം. ഞാൻ ദോശയുടെ കൂടെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് ചൂടുവെള്ളം, അത്യാവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ എല്ലാം നല്ലവണ്ണം തിളച്ച് വരണം. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.